എല്ലാവർക്കും ഇന്ന് എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാനിവിടെ തയ്യാറാക്കാൻ പോകുന്നത് ഇടിച്ചക്ക കൊണ്ടുള്ള ഒരു തോരനാണ്. ഈ വർഷം ആദ്യമായിട്ടുണ്ടായ ഒരു ചക്കയാണ്. ഞാൻ വിചാരിച്ചെന്ന ഒരു തോരൻ തയ്യാറാക്കാവുന്നത്. ഞാൻ ഇനി അത് രണ്ടായിട്ട് മുറിച്ച് അതിൻ്റെ ഒരു ഭാഗം മാത്രമേ ഞാൻ തയ്യാറാക്കാൻ എടുക്കുന്നുള്ളൂ. ഇതിൻ്റെ ചക്കയുടെ മടൽ ഞാൻ ചെത്തി കളയാതെയാണ് കുക്കറിലിട്ട് ഒരു വിസിൽ വരുമ്പം നിർത്തി അതിൻ്റെ തോട് അടർത്തി കളയാൻ പറ്റും. നല്ലതുപോലെ വെന്ത് വരുമ്പം ഇതിൻ്റെ മടൽ നമുക്ക് തനിയെ അടർത്തി കളയാൻ പറ്റും. അങ്ങനെ കളഞ്ഞ് അത് ചീകി നമുക്ക് കൈകൊണ്ട് തന്നെ അത് കീറിയിട്ട് നമുക്ക് തോരൻ തയ്യാറാക്കാൻ പറ്റും. ഇനി നമുക്ക് തോരന് വേണ്ടി ഒരു അരപ്പ് തയ്യാറാക്കാം. ഒരു മുറി തേങ്ങ, ജീരകം, വെളുത്തുള്ളി, 2-3 പച്ചമുളക്, 3-4 ചുവന്നുള്ളി, കറിവേപ്പില, 1 സ്പൂൺ മഞ്ഞൾപ്പൊടിയും 1 സ്പൂൺ മുളക് പൊടിയും ചേർത്ത് അരകല്ലെ വെച്ച് നല്ലതുപോലെ ഇതെല്ലാം കൂടെ ഒന്ന് ചതച്ച് വാരി എടുക്കണം. ചക്കയെല്ലാം വെന്ത് റെഡി ആയിട്ടുണ്ട്. തോടെല്ലാം അടർത്തി ഞാൻ മറ്റൊരു പാത്രത്തിലേക്കെല്ലാം വൃത്തിയാക്കി എടുത്തു. ഇനി അത് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഒന്നുകൂടെ ഒന്ന് ചീകി കൈകൊണ്ട് തന്നെ ഒന്ന് ചീകി ഇട്ടാൽ മതി. എന്നിട്ട് നമുക്ക് തയ്യാറാക്കാം. ഇനിയും കടുക് വറുത്തിടാം. അതിനായിട്ട് ഉഴുന്ന് പരിപ്പ്, കുറച്ച് പുഴുക്കലരി, വറ്റൽ മുളക്, ചെറിയ ഉള്ളി, കറിവേപ്പില, കടുക് ഇത്രയും ചേർത്ത് ഒരു പാൻ അടുപ്പേ വെച്ച് എണ്ണ ഒഴിച്ച് നല്ലതുപോലെ ചൂടായി വരുമ്പോൾ ഉഴുന്ന് പരിപ്പ്, അരി ഇത്രയിട്ട് നല്ലതുപോലെ മൂപ്പിച്ചതിന് ശേഷം കടുകും ഇട്ട് ചുവന്നുള്ളിയും വറ്റൽ മുളകും കറിവേപ്പിലയും എല്ലാം കൂടി ഇട്ട് നല്ലപോലെ ഇളക്കി മൂപ്പിച്ചെടുക്കണം. ചുവന്നുള്ളി ഒരു ബ്രൗൺ കളർ ആവുന്നത് വരെയൊക്കെ നമ്മൾ ഇളക്കണം. അന്നേരം നല്ലൊരു മണമൊക്കെ, ചുവന്നുള്ളിയുടെ നല്ലൊരു മണം, എല്ലാത്തിൻ്റെയും നല്ലൊരു മണമൊക്കെ നമുക്ക് കിട്ടും. അതിന് ശേഷം എല്ലാം മൂത്ത് വന്നിട്ടുണ്ട്. അതിലോട്ട് നമ്മൾ അരപ്പ് ചേർത്ത് നല്ലതുപോലെ ഇളക്കി യോജിപ്പിക്കണം. തേങ്ങയുടെ പച്ചമണം മാറുന്നത് വരെ ഇതൊന്നും മൂപ്പിച്ചെടുക്കണം. അപ്പോഴതിലെ വെള്ളമയമൊക്കെ പോയി കിട്ടും. അരപ്പിലെ വെള്ളമയം എല്ലാം പോയി റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കതിനകത്തോട്ട് ഈ ഇടിച്ചക്ക ഇട്ട് കൊടുത്ത് ഒന്ന് ഇളക്കി വേണമെന്നുണ്ടെങ്കിൽ ഇച്ചിരി വെള്ളം ഒന്ന് തളിച്ച്, വെള്ളം തളിക്കണമെന്നില്ല, ഒരാവി വരുത്തി വെള്ളം തളിച്ച് ഒന്ന് അടച്ചു വെച്ച് ഒരാവി വരുന്നവരെ അടച്ചു വെക്കണം. ആവി കൊള്ളിച്ച് അതിന് ശേഷമേ ഇതൊന്ന് ശരിയായി വരത്തുള്ളൂ. നല്ലൊരാവി വന്നിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ ഇടിച്ചക്ക തോരൻ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഇതുപോലെ നമ്മുടെ വീട്ടിൽ ചക്കയൊക്കെ ആയി വരുമ്പോൾ ഇതുപോലെ ഇടിച്ചക്കത്തോരൻ ഒന്ന് വെച്ച് നോക്കണം. വീഡിയോ ഇഷ്ടമായാൽ എല്ലാവരും സപ്പോർട്ട് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത്.